ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനായുള്ള പരിശോധനയുടെ ഭാഗമാണ് ഷമീന. തന്റെ കുഞ്ഞിന്റെ പ്രായമുള്ള കുട്ടികളുടേതുൾപ്പെടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ താങ്ങാനാകുന്നില്ലെന്ന് ഷമീന പറയുന്നു. മഴ ഒരു പ്രതികൂല സാഹചര്യമായി ഇവിടെ നിൽക്കുന്നൊരു നിലയുമുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ 4 ദിവസമായി ബോഡി ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായി മോർച്ചറിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഷമീനയാണ്. മാഡം, കഴിഞ്ഞ 4 ദിവസമായി ബോഡികൾ തിരിച്ചറിയുന്നതിന് മോർച്ചറിയിലുണ്ട്. അപ്പം എത്തരത്തിലാണ് ആ ഒരു അനുഭവങ്ങൾ എന്താ പറയുക, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അധികം ഗുരുതരമാണ്. ഓരോ ബോഡീസ് എൻ്റെ മോൻ്റെയൊക്കെ പ്രായമുള്ള ഓരോ ബോഡി കയ്യിൽ വന്ന് അത് മുഖം തിരിച്ച് പല്ല് വെച്ചിട്ടും ചെവി കാലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ പാരൻസിനെ പോലും തിരിച്ചറിയില്ല. എന്നിട്ടും ഞാനത് ഫോട്ടോ സൂം ചെയ്ത് ഓരോ പാർട്ട് വെച്ചിട്ട് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വരുന്നവരെ 140 ബോഡീസ് ഇന്നലെ ക്ലിയർ ചെയ്ത് വന്ന്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് അതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് കുറച്ച് സഫോക്കേഷൻ പ്രശ്നം വന്നപ്പോൾ ഞാനൊന്ന് മാറിയതാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ബോഡീസ് പോകുമ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ദൈവം ആർക്കും ഇത് വരുത്താതിരിക്കട്ടെ. ദൈവമുണ്ടോയെന്ന് വരെ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും വളരെ എന്താ പറയുക, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ അടുത്ത്. ഓരോരുത്തർ വന്ന് അവിടെ ബോഡി ചെക്ക് ചെയ്യുമ്പോഴൊരു അനുഭവം. ഞാനറിയുന്ന മഹേഷേട്ടൻ ഫാമിലി, പുള്ളിയുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. കുഞ്ഞിൻ്റെ ബോഡി കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് മഹേഷേട്ടൻ്റെ വീട് ഒലിച്ചു പോയ ഭാഗത്ത് ഇന്നലെ ഞാൻ പോയി നോക്കി. ഇന്നലെ പുലർച്ചെ ഞാൻ വന്ന് പോയി നോക്കിയപ്പോൾ പുള്ളിയുടെ കാവി പോലത്തെ മുണ്ട് കിട്ടി. പുള്ളിയുടെ കുട്ടിയുടെ ഡ്രസ്സുണ്ട് അവിടെ കിടക്കുന്നത്. പുള്ളി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളുണ്ട് അവിടെ. പക്ഷേ ഡെഡ് ബോഡി കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മോർച്ചറിയിലേക്ക് എത്തിയില്ല. ഇവിടുന്ന് ഒരു കുട്ടിയുടെ ബോഡി കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ വിംസിലോ GHSലോ നിലമ്പൂരിൽ നിന്ന് വന്ന ബോഡികളിലൊന്നും ഇതില്ല. അപ്പം ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെ ബോഡി പോയി എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രം മനസ്സാകെ തകർന്നിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഭാഗമായി ഞാനൊരു ഡോക്ടറോ നഴ്സോ ഒന്നുമല്ല. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് ഡോക്ടറാണ്. കാരണം അത്രയും ഇതായിട്ട് ബോഡി തുറന്ന് കാണിച്ചു കൊടുത്ത് ബോഡി ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ. ഒരു ഡോക്ടർമാരോ നഴ്സുമാരോ ഒന്നും ആരും ആ ഫസ്റ്റത്തെ ദിവസം വന്നില്ലേന്ന്. ഞാൻ പിന്നെ പട്ടു, വിയനാടൻ, നൗഫൽക്ക് അങ്ങനെ ഒരു ടീം ഞങ്ങളൊരു ബിൽഡ് ചെയ്തിട്ട് ആ ടീം മൊത്തമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. കാരണം വെക്കും തോറും സ്മെല്ല് ഇപ്പോഴും ബോഡി ഡീകമ്പോസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ പുൽത്തൈലം ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ ബോഡികൾ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോഴും ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാം ഫ്രീസറിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ നമുക്ക് ബോഡി പാർട്സ് വെച്ചിട്ട് ഇപ്പോൾ ഇന്നലെ ഹെഡ് ഇല്ലാത്തത് ഐഡൻറ്റിഫൈ ചെയ്തു പോയി. അപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ വന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരെ നമുക്ക് ഫ്രീസറിൽ വെക്കുക, അല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉടവരെയും കാത്ത് ഞങ്ങൾ ഈ ബോഡിയും വെച്ചിട്ട് ഞങ്ങളിത് കാത്തിരിക്കുകയാണ്. വരുന്നവർ ഐഡൻറ്റിഫൈ ചെയ്ത് പോകട്ടെ എന്ന് വെച്ചിട്ട്. അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായി മോർച്ചറിയിലെത്തുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വോളണ്ടിയറാണ് ഷമീന. ഏറെ പ്രയാസകരമായ ജോലിയാണ്. കൂട്ടത്തിലുള്ളവരെ ഇനിയും കിട്ടിയിട്ടില്ല. അറിയാവുന്നവർ പലരുമുണ്ട്. ഈ ഭാഗത്തുള്ളവരെ ഒന്നും ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഷമീന ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞിരിക്കുന്നത്.